വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ugcap.kannur.university.ac.in എന്ന വെബ് പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാൻ സാധിക്കും. അതാണ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഫീ പേയ്മെന്റ് ചെയ്യും. അതായത് ഇപ്പോൾ ലഭിച്ചുള്ള ഓപ്ഷൻ കൺഫേം ചെയ്യുന്നതിനായിട്ട് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി നിങ്ങൾ മുൻപ് അലോട്ട്മെന്റ് ലഭിച്ചപ്പോൾ ഫീ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെന്റ് ചെയ്യും. ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ലഭിച്ചുള്ള ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് അതായത് 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നൽകേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. കാരണം ഇനി അഡ്മിഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ എത്ര മണിക്കാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നിലവിൽ ഇപ്പോൾ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.